This is air traffic control. You're cleared for takeoff. Flight attendants, prepare for takeoff, please. ഹായ് ഗൈസ്, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. നമ്മളുടെ ഡ്രോൺ ക്യാമറയിലാണ് വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ DJ നിയോ നമ്മുടെ മെയിൻ യൂസ് വ്ളോഗിങ് ആയിരുന്നു. അപ്പൊ വ്ളോഗിങ്ങിന് ഇത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് നമുക്കൊന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മളിന്ന് മൊത്തത്തിൽ പരീക്ഷിക്കാൻ പോലെയാണ് നമ്മളുടെ ഈ ഒരു ഡ്രോൺ വ്ളോഗിങ്ങിന് വേണ്ടി എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് അറിയില്ല. അപ്പൊ അത് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡ്രോൺ കൊണ്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു പറമ്പ്, അതായത് ഇവിടെ ലിങ്കണിലെ വെസ്റ്റ് കോമൺ എന്നുള്ള ഈ ഒരു ഗ്രൗണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടും അതുപോലെ ഈ ഒരു പ്രദേശമൊക്കെ ഇന്ന് ഡ്രോണിന്റെ വിഷ്വലിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതുപോലെ കംപ്ലീറ്റ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഡ്രോണിൽ നിന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്യും, എന്നാലും നമ്മൾ കംപ്ലീറ്റ് ഉൾപ്പെടുത്താൻ പോകുന്നത് ഈ ഡ്രോണിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്. എത്രത്തോളം നമ്മുടെ വ്ളോഗിങ് പർപ്പസ് നടക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ഡ്രോണിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുക്കാൻ പോകുന്നത്. ഇത് നല്ല ഫ്രീ ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ ഈ ഡ്രോൺ കാരണം ഡ്രോൺ എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ ഫേസിലേക്ക് ഉള്ള ക്യാമറ തിരിച്ച് എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അറിയണ്ട, നമ്മൾ വെറുതെ ഫോൺ പിടിച്ച് നടന്നാൽ മതി. ഫോണിലെ മൈക്കിൽ കൂടിയാണല്ലോ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ നല്ല ഭംഗിയുണ്ട് ഈ ഗ്രൗണ്ട്. ഒരുപാട് കുതിരകളുണ്ട്, പുറകിൽ മൊത്തം കാണുന്നത് കുതിരകളാണ്. കണ്ടോ, ഡ്രോൺ തനിയെ എന്നെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. അതെ, ഒരുപാട് കുതിരകളുണ്ട് ആ ഭാഗത്ത്. അപ്പൊ നമുക്ക് ആ കുതിരകളുടെ മുകളിൽ കൂടിയൊക്കെ ഡ്രോൺ ഒന്ന് പറത്തി നോക്കട്ടെ അല്ലെ. അതുപോലെ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടി എത്രയോ ഹൈറ്റിൽ നമുക്ക് പൊങ്ങൊന്ന് നോക്കണം. നല്ല കാറ്റുണ്ടെന്ന് എങ്കിലും അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അതായിരിക്കും ഈ ഒരു കൊച്ചു വ്ളോഗില്. വേറെ കാര്യമായിട്ട് നമുക്ക് ഒരു അട്രാക്ഷൻ ഇവിടെ വേറെ ഇല്ല. എന്നാലും ഇങ്ങനെ നടക്കാം, നമുക്ക് വ്ളോഗ് ചെയ്യാം, കുതിരകളെ കാണാം, പോവാ. അത്രേ ഉള്ളൂ നമ്മുടെ പർപ്പസ്. ഇന്നാണെങ്കിലും നല്ല കാറ്റാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഡ്രോൺ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ ഫോളോ ചെയ്യാനായിട്ട്. ഞാനൊന്ന് കുറച്ച് ദൂരേക്ക് നടന്നോട്ടെ, നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, എന്തായാലും നമ്മളെ ഫോളോ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ആ കാണുന്നുണ്ടോ, ഒക്കെ കുതിരകളാണ്ടോ. ഒരു കുതിര ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്, വേണ്ടോ. ഒരുപാട് പേര് കുതിരകളെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് മോളിൽ പോയിട്ട് നമുക്ക് വ്യൂ നോക്കാം, നമ്മുടെ ബാറ്ററി ചാർജ് ഒക്കെ തീർക്കണതിന് മുന്നേ. അപ്പൊ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയോ കിട്ടില്ല, പക്ഷെ നല്ല വ്യൂ കിട്ടുമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ നല്ല ഏരിയ ആണ്, നമുക്ക് മാക്സിമം ഹൈറ്റിൽ പറത്താൻ നോക്കാം. ഓക്കെ, ബാറ്ററി ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ കയ്യിൽ സ്പെയർ 3 ബാറ്ററി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് കോമൺ എന്ന് പറയും ഈ ഒരു സ്ഥലത്തിന്. അതായത് ഇവിടുത്തെ കുതിരകളെയും അതും ഇതൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുതിരകൾ ഇവിടെ കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള കുതിരകളാണ്. കുറെ പേര് അതിനെ റൈഡൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കേട്ടോ. നമ്മുടെ ആ ഒരു ടൗണിൽ നിന്ന് മാറിയിട്ട് ഒരു ഒറ്റപ്പെട്ട
നമുക്ക് ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് അത്. ഒരുപാട് പേര് ഇവിടെ പട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് നടക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുതിരകൾ ഒരുപാടുണ്ട്. നിങ്ങൾ ആ വീഡിയോയിൽ കാണാം, കുറേ കുതിരകളുണ്ട് ഈ ഒരു ഏരിയയിൽ. അതൊക്കെയാണ് ഈ ഒരു വെസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൗണ്ടിന്റെ പ്രത്യേകത. നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് വെറുതെ ഇങ്ങനെ നടക്കണുണ്ട്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡ്രോൺ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആയിട്ട് ഒരു വിൻമില്ലുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ വിൻമില്ല് കാണാൻ. ഇവിടെ നിന്ന് കാണാം വിൻമില്ല്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് നമ്മൾ അത് നേരിട്ട് കാണുന്നത്. നല്ല വലിയൊരു വിൻമില്ല്, നല്ല ഹൈറ്റിലാണ്. ഇവിടെ ഡ്രോണിന്റെ സൗണ്ട് കേട്ടിട്ടാണെന്നാണ് കുതിരകള് നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി. ഇനി അങ്ങനെ കുതിരകൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ വരുമെന്ന് അറിയില്ലല്ലോ. ഒരുപാട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ഒരു മഴക്കാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് നല്ലധികം കാറ്റുണ്ട്. ഇവിടെ പൊതുവെ കാറ്റ് കൂടുതലാണ്. നമ്മൾ ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഇത്രയും കാറ്റുണ്ടാവില്ല. പക്ഷെ ഇവിടെ UK ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഡ്രോണിന് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാറ്റടിച്ചിട്ട് ഡ്രോൺ വാണിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നമ്മൾ ഈ ഒരു ഏരിയയൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ അധികം നീട്ടി വലിക്കാത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അധികം ഇവിടെ കാണിക്കാനും ഇല്ല. നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ടും കുറച്ച് കുതിരകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. കംപ്ലീറ്റ് ഈ ഡ്രോൺ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ചാർജ് പെട്ടെന്ന് പോകുന്നുണ്ട്. 3 ബാറ്ററി ഉണ്ടെങ്കിലും അതിന് കപ്പാസിറ്റി ഒക്കെ അത്രയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡ്രോൺ മേടിക്കുമ്പോൾ ലോങ് ഒക്കെ പറത്താന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞത് പോവില്ല. ഒന്നത് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. അതങ്ങനെ ആ ഒരു ഡ്രോൺ അത്രയും ദൂരമായിട്ട് വിടുന്നത്. ഇതിന്റെ വേറെ വേർഷനൊക്കെ ഉണ്ട്, മിനി 4K ഒക്കെ ഉണ്ട്. ആ കാണുന്നതൊക്കെ കുതിര ഉണ്ട്. അതിനെ കെട്ടിയിട്ടേക്കണമെന്ന് അറിയില്ല. അവിടെയും കുതിരയുണ്ട്, ഒരുപാട് കുതിരകളുണ്ട്. ഇവിടെ മൊത്തം ഇങ്ങനെ നടക്കുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ നമ്മൾ ഡ്രോൺ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നമ്മുടെ പുറകെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഡ്രോൺ നോക്കുന്നില്ല. നമ്മുടെ ഈ ഡ്രോണിന്റെ സൗണ്ട് ഇട്ടിട്ട് ആ കുതിരകൾക്ക് പേടിയാവുന്നുണ്ട്. ഉണ്ടോ, ആ കുതിരകൾ ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അധികം അടുത്തേക്ക് പോകുന്നില്ല, ക്ലോസ് അല്ല. ആ കാണുന്നതിനെ വിൻഡ് മില്ല് കാണാൻ പറ്റണോന്ന് അറിയില്ല. അങ്ങ് ദൂരെ കാണാം, നല്ല വലിയൊരു വിൻഡ് മില്ല്. ഇങ്ങനെ കുതിരകളെ കണ്ട, ആരൊക്കെ വളർത്തുന്ന കുതിരകളെ ഇവിടെ അഴിച്ചിട്ടേക്കാണ് മേയ്ക്കാൻ വേണ്ടി. കുതിരകളെ ചുമ്മാ അതിന് ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ്. നല്ല കുതിരകൾ. നമ്മുടെ ഡ്രോണിന്റെ സൗണ്ട് കേട്ടിട്ട് അത് പേടിച്ചോടണം. ചില കുതിരകളാണ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ചാർജ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇവിടെ ഇട്ടിരുന്ന് കളിക്കാൻ പറ്റുന്നില്ല. ഡ്രോണ് ഒരു പരിധി കഴിയുമ്പോഴേക്കും നമ്മുടെ ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോണാണ്. മാക്സിമം ഞാൻ ഇവിടെയൊക്കെ കവർ ചെയ്ത് ഈ ഒരു ബാറ്ററി ലോ ബാറ്ററി ആയി 10% ആയി. നമുക്ക് വേഗം ഡ്രോണിങ് പാക്ക് ചെയ്യണം. മറ്റേ ബാറ്ററികൾ ഞാൻ പവർ ബാങ്കിൽ ചാർജ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ കറക്കണമെങ്കിൽ കറക്കാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോകും. ഈ ഒരു ഡ്രോണിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാറ്ററി ട്രെയിൻ ആവുന്ന ഇതാണ്. അത്രയും ഫാസ്റ്റിലാണ്. നമ്മൾ 90-ൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഈ ഇതിലേക്ക് എത്തുന്നത്, കുറച്ച് മിനിറ്റുകൾ കൊണ്ട്.
അപ്പോ നമ്മളുടെ ഈ ഒരു ഡ്രോൺ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അധികം നീട്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു വീഡിയോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോയില്. നമ്മളുടെ ഈ ഒരു ഡ്രോൺ വെച്ചൊരു കംപ്ലീറ്റ് ഒരു വ്ളോഗ് അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ. നമ്മൾ ഈ ഒരു പരിസരം മൊത്തം നമ്മൾ ആ ഡ്രോൺ വെച്ച് ഇങ്ങനെ വ്യൂ ചെയ്തും ആകത്തുനിന്ന് അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ക്യാമറ ക്വാളിറ്റി അത്ര നമുക്ക് ഒരു 4K ആണെങ്കിലും നമുക്ക് അത്ര ഒരു ക്ലിയർ വിഷ്വൽ തരുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. എനിവേ ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രോൺ വ്ളോഗ്. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ. I hear Jerusalem bells are ringing. Oh, I beg 'em, please sing 'em. Every tear a wall.